അടുത്തായി നമുക്ക് ഈ വീടിൻ്റെ അടുക്കള ഒന്ന് പരിചയപ്പെടാം. മുഴുവൻ മരത്തിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു അടുക്കളയാണ്. ചെറിയൊരു ഡൈനിങ്ങും അടുക്കളയും തമ്മിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കബോർഡുകളാണ് കിച്ചൻ്റെ. ഫസ്റ്റ് ഇവിടെ നമുക്കൊരു ഈ അറ്റത്തുനിന്ന് തുടങ്ങാം. ഇത് വിക്കർ ബാസ്ക്കറ്റ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോകൾ, ഒരു ഓപ്പൺ GTPT, ഇവിടെ ഒരു GTPT ഉണ്ട്, അതിന് ഡോറ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓപ്പൺ തട്ടുകൾ, കട്ട്ലറി, സ്റ്റീലിൻ്റെ ഒരു കട്ട്ലറിയാണ്, സ്റ്റീലിൻ്റെ തന്നെ കട്ട്ലറിയാണ്. ഇവിടെ ഒരു ചിമ്മിണി വെച്ചിട്ടുണ്ട്, ചിമ്മിണി നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രോകൾ കുറച്ചധികം ഉണ്ട്. പിന്നെ ഒരു നാനോ വൈറ്റിൻ്റെ ഒരു 4-3 ടേബിൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ടേബിൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ ഡോർ ചെയ്തേക്കുന്നത് ഇങ്ങനൊരു 15 പീസ് ഗ്ലാസ്സിലാണ് ഇതിൻ്റെ സെക്കൻഡ് കിച്ചൻ്റെ ഡോർ ഇട്ട. ഇത് നമ്മൾ വുഡിൽ തന്നെ ചെയ്തേക്കുന്നത്. കുറച്ച് ഓപ്പൺ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ഓപ്പൺ സ്പേസാണ് ഈ കിച്ചണിലുള്ളത്. ഇതിൻ്റെ ചിമ്മിണി നമ്മൾ പാക്ക് ചെയ്തിട്ടില്ല. വീടിൻ്റെ ഓണർ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പാക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ സെക്കൻഡ് കിച്ചണിലും ഒരു ചെറിയൊരു വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ സ്പേസ് തുടയ്ക്കുന്ന തുണികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ബാസ്ക്കറ്റുകൾ, ഡ്രോയറൊക്കെ കുറച്ചധികം ഉണ്ട്. കുറേ ഡ്രോ ഉണ്ട് കേട്ടോ ഇവിടെ. പാത്രങ്ങളൊക്കെ കുറേ സ്പേസ് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറേ ഡ്രോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഭാഗത്തും ഡ്രോകളുണ്ട്. നമുക്ക് സെക്കൻഡ് കിച്ചനോട് ചേരുമ്പോൾ തന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. സ്റ്റോർ റൂം നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാം. അത്രയും വൃത്തിയായിട്ട് രസത്തിലാണ് അവിടെ പാത്രങ്ങളൊക്കെ അടക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു ആട്ടുകട്ടിലാണ്. ആട്ടുകട്ടിലിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ഓഫീസ്, ചെറിയൊരു ഓഫീസ് ചെയ്തിട്ടുണ്ട്. ആ ഓഫീസ് മാത്രം ഈ വീട്ടിൽ മൾട്ടിവുഡ് ചെയ്തേക്കണേ കേട്ടോ. മൾട്ടിവുഡ് മൈക്കാണ്. അതിവിടുത്തെ മക്കൾ വരുമ്പോൾ അവർക്ക് ഒന്നൊരു ഓഫീസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഫ്ലോറ് കുറച്ച് ഭാഗം വുഡ് ആൻഡ് പാനലിംഗ് ആണ് ചെയ്തേക്കുന്നത്. ബാക്കി വരുന്ന ഭാഗം ഇറ്റാലിയൻ മാർബിളാണ്. താഴെ നിന്ന് കണ്ട വെല്ലാണിത്. ഒരു 6 അടി സ്ക്വയറാണ് ഈ വെല്ലിൻ്റെ അളവ് വരുന്നത്. അതും നമ്മൾ ഗ്ലാസ് ബിവിൽ ചെയ്ത് ചെറിയൊരു ആസിഡാണ് ചെയ്തേക്കുന്നത്. ആസിഡ് വർക്കാണ് ഗ്ലാസ്സിന് കൊടുത്തിരിക്കുന്നത്. ഹോളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പർഗോളുണ്ട്. പർഗോളയുടെ താഴെ ഒരു വെല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഫോട്ടോ ഫ്രെയിം വയ്ക്കാൻ വേണ്ടിയിട്ട് വുഡൻ്റെ ഫ്രെയിം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തേക്കുന്നത്. ഒരു ഭംഗിക്ക് ഒരു വുഡൻ്റെ ഫ്രെയിം പാനലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ തമ്മിൽ ഫോട്ടോ വെച്ചേക്കുന്നത്. ഒരു ചെറിയ ഷോക്കേഴ്സാണ്. അത്യാവശ്യം ട്രോഫി കാര്യങ്ങൾ, പിന്നെ സലാമുക്കയ്ക്ക് മികച്ച വ്യാപാരിക്കുള്ള ഒരു പുരസ്കാരമൊക്കെ കിട്ടിയത് അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ബെഡ്റൂമിലേക്ക് കടക്കുകയാണെങ്കിൽ കട്ടിലുണ്ട്. ഒരു ഫാമിലി കോട്ട് കട്ടിലാണ്. അതിൻ്റെ 2 വശത്തും ഓരോ സൈഡ് ടേബിൾ, ഒരു ഡോറ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കട്ടിലുമ്പോൾ ചെറിയൊരു അപ്പോൾസ്റ്ററി വർക്ക് ഉണ്ട്, കുഷൻ ചെയ്തിട്ടുണ്ട്. പിന്നത്തെ വരുന്നത് വാർഡ്രോബാണ്. വാർഡ്രോബ് നമ്മൾ വുഡിൽ തന്നെ ചെയ്തേക്കുന്നത്. ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. ഹോം തിയേറ്ററിൻ്റെ റൂമാണിത്. ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്കൊരു മുകളിലൊരു മുറിയും കൂടി ഒന്ന് പരിചയപ്പെടാം. കട്ടിൽ ചെറിയൊരു ആർച്ച് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത്. ചെറിയ സൈഡ് ബോക്സ് തന്നെ, ഒരു സൈഡ് ബോക്സിന് അപ്പുറം 2 വശം ഒരു ചെറിയ ഓപ്പൺ. വാർഡ്രോബ് ചെയ്തേക്കുന്നത് വുഡിലാണ്. ഇത് ചെയ്തേക്കുന്നത് മുഴുവൻ മഹാഗണിയാണ് കേട്ടോ. ഇത് തേക്കല്ല, ഇത് മുഴുവൻ മഹാഗണി തന്നെയാണ്. ഒരു വലിയ വാർഡ്രോബ് തന്നെയാണ്. വാർഡ്രോബിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡ്രസ്സിങ് ഏരിയയാണ്. അടുത്തൊരു ബെഡ്റൂം കൂടി നമുക്ക് പരിചയപ്പെടാം. എന്തോ 8 റൂമേറ്റ് ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ. 8 ബെഡ്റൂമേറ്റ് ഉണ്ട്. ഇത് മുകളിലുള്ള ഒരു മുറി തന്നെ. വലിയ വാർഡ്രോബ് തന്നെ ചെയ്തേക്കുന്നത്. ഇതും മഹാഗണിയിലാണ്, മുഴുവൻ മഹാഗണിയിലാണ് ചെയ്തേക്കുന്നത്. റോസ് വുഡ് ചെറുതായിട്ട് സ്റ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതും അതെ, ചെറിയൊരു തട്ട്. ഇതിൻ്റെ അകത്തും ചെറിയൊരു, ചെറിയെന്നല്ല വലിയൊരു ഡ്രസ്സിങ് ഏരിയ തന്നെ ഉണ്ട്.